സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മരണമെന്നുള്ള വാർത്ത വരുന്നു. പെരിന്തൽമണ്ണയിൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച മണ്ണാർക്കാട് സ്വദേശിയുടെ പരിശോധനാ ഫലം അതിപ്പോൾ പോസിറ്റീവ് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. മഞ്ചേരിയിലെ ലാബിൽ നടത്തിയ പരിശോധനാ ഫലമാണ് പോസിറ്റീവായിരിക്കുന്നത്. സ്ഥിരീകരണത്തിനായി സ്രവം പുനെ വൈറോളജി ലാബിലേക്ക് അയച്ചു. വിവരങ്ങളുമായി ശ്രീകുമാറിനാണ് പാലക്കാട് നിന്ന് ചേരുന്നത്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ മരണം നിപ്പ മൂലമാണെന്നാണ് ഇപ്പോൾ ഈ പ്രാദേശിക ലാബിൽ നിന്നുള്ള ഫലം അറിയിക്കുന്നത്. ഇനി ഇത് പുനെ വൈറോളജി ലാബിലേക്ക് അയച്ചു. അവിടെ നിന്നുള്ള ഫലം എപ്പോഴാണ് എത്തുക? അത് 2 ദിവസം കൂടി കഴിയുമെന്നാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാലും പൂനെ വൈറോളജി ലാബിലേക്ക് സ്രവം അയച്ചിട്ടുണ്ട്. ഈ 58-കാരൻ രോഗലക്ഷണങ്ങളോടുകൂടി കഴിഞ്ഞ 2 ദിവസമായി പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നെന്ന് മനസ്സിലാക്കുന്നു. മണ്ണാർക്കാട് സ്വദേശിയാണ്. ഈ രോഗലക്ഷണങ്ങൾ കണ്ടപ്പോൾ തന്നെ ഇത്തരത്തിൽ സ്രവം പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു. അങ്ങനെയാണ് മഞ്ചേരിയിലെ ലാബിൽ, സംസ്ഥാനത്തെ ലാബിൽ നിന്നുള്ള ഫലം പോസിറ്റീവായി വന്നിരിക്കുന്നത്. ട്രൂനാറ്റ് പരിശോധനയടക്കം നടത്തിയിരുന്നു. എന്തായാലും ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഈ 58-കാരൻ മരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രാഥമിക സമ്പർക്ക പട്ടിക ഇതിനകം തന്നെ തയ്യാറാക്കി കഴിഞ്ഞു. ആ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ പോയ സ്ഥലങ്ങളും അതുപോലെ തന്നെ നേരിട്ട് കോണ്ടാക്ട് ഉള്ള ആളുകളെയും ഇതിനകം തന്നെ ഐസൊലേറ്റ് ചെയ്യാൻ ഒരു പ്രാഥമികമായി തന്നെ കഴിഞ്ഞിട്ടുണ്ട് എന്ന ആശ്വാസകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ സംസ്കാരമടക്കമുള്ള കാര്യങ്ങൾ നിപ്പ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നടത്തുമെന്നാണ് ഇതിനകം തന്നെ ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും മണ്ണാർക്കാട് സ്വദേശിനി ആയ ഒരു യുവതി, തച്ചനാട്ടുകര സ്വദേശിനിയായ 38-കാരി ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ്പ ബാധിച്ച് ഗുരുതരമായി ചികിത്സയിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് ഒരു മരണം കൂടി. എന്തായാലും ഒരു കാര്യം കൂടി ചേർത്ത് പറയേണ്ടതുണ്ട്. ഈ നിപ്പ ബാധിച്ച യുവതിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട ആളല്ല 58-കാരനെന്ന് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നുണ്ട്. മറ്റ് പ്രോട്ടോകോളുകൾ അതുപോലെ തന്നെ കണ്ടെയ്ൻമെന്റ് സോൺ അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇന്ന് കളക്ടറേറ്റിൽ ഉന്നതതല യോഗം ചേരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ 58-കാരന്റെ മൃതദേഹം നിപ്പ പ്രോട്ടോകോൾ ഒക്കെ പാലിച്ചുകൊണ്ട് സംസ്കരിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി വൈറോളജി ലാബിൽ നിന്നുള്ള സ്ഥിരീകരണം മാത്രമേ വരാനുള്ളൂ. അതൊരു പ്രോട്ടോകോൾ മാത്രമാണ്. അവിടെ ഇപ്പോൾ ഈ ഔദ്യോഗികമായ ആരോഗ്യവകുപ്പ് ഇത് നിപ്പ എന്ന് സ്ഥിരീകരിക്കുക പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫലം വന്നതിന് ശേഷമായിരിക്കുമോ? തീർച്ചയായും. പക്ഷെ അതിനു മുൻപ് തന്നെ മറ്റ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ മേഖല, മണ്ണാർക്കാട് സ്ഥിരീകരിച്ച ആ മേഖല പൂർണ്ണമായി ഇപ്പോൾ തന്നെ ആ മേഖലയിൽ നിന്ന് കൂടുതൽ ആളുകൾ, ഈ കോണ്ടാക്ട് ലിസ്റ്റുള്ള ആളുകളെ കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇദ്ദേഹത്തിന്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ കൂടുതൽ ആളുകൾ ഇല്ല എന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. ഉന്മേഷം. മണ്ണാർക്കാട് നിപ്പ ലക്ഷണങ്ങളോടെ മരിച്ച 58-കാരൻ്റെ ഫലം പോസിറ്റീവാണ്. ഇത് പ്രാഥമിക പരിശോധനയാണ്. ഔദ്യോഗികമായ സ്ഥിരീകരണം വരിക പൂനെ വൈറോളജി ലാബിലെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും.